നമസ്കാരം. ലച്ചുട്ടി ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം തിരുവനന്തപുരം കഠിനകുളം ആതിര കൊലക്കേസ്. പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആരാണെന്നല്ലേ? കൊല്ലം ദളവാപുരം ജോൺസനാണ്. ഇവർ പരിചയപ്പെടുന്നത് എങ്ങനെയെന്നല്ലേ? ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയാണ് ഇവർ പരസ്പരം പരിചയപ്പെടുന്നത്. അപ്പം നമുക്ക് കണ്ടാലോ? അങ്ങനെ ഇവർ റീൽസിലൂടെ പരിചയപ്പെട്ടു. ഫോൺ നമ്പറുകൾ പരസ്പരം കൈമാറി. ഈ പറയുന്ന ജോൺസൺ വിവാഹമോചിതനാണ്. ഭാര്യയെ ഡൈവേഴ്സ് ചെയ്തോ എന്നറിയില്ല. പക്ഷേ ആദ്യൊരു കുടുംബിനിയാണ്. കുറേയൊക്കെ സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ പറയൂ, ശരിയല്ലേ ഞാൻ പറയുന്നത്? നമുക്ക് സൗഹൃദം എന്ന് പറയുന്നത് ആണായാലും പെണ്ണായാലും നമുക്ക് സൗഹൃദം വേണം. സൗഹൃദം ഇല്ലാതെ എന്തായാലും നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളൊരു ഊമയായിരിക്കണം സൗഹൃദങ്ങളില്ലാതെ. സൗഹൃദം നമ്മൾ ഇങ്ങനെ മിസ്യൂസ് ചെയ്യരുത്. ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റയിലൂടെ കമൻ്റ് ഇടുന്നു, പിന്നീട് നമ്മൾ പരിചയപ്പെടുത്തുന്നു, അതിനുശേഷം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് കൈമാറുന്നു, പിന്നെ ഫോൺ നമ്പർ കൊടുക്കുന്നു, പിന്നെ വാട്സപ്പിലൂടെ ചാറ്റ് തുടങ്ങുന്നു. അങ്ങനെയൊക്കെയാണ് ഓരോ സൗഹൃദങ്ങൾ വളർന്ന് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. നല്ല സൗഹൃദങ്ങളുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത്, അവന് പൈസ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. നമ്മളാരും കണ്ടിട്ടില്ല കേട്ടോ, നമ്മൾ കേട്ടതാണ്. പിന്നെ അവൻ്റെ കൂടെ ഇറങ്ങി വരാനാണ് അവൻ ആവശ്യപ്പെടുന്നത്. ഞാൻ വരില്ല, ഞാനൊരു കുടുംബിനിയാണ് എന്നവൾ പറഞ്ഞത് കൊണ്ടായിരിക്കാം അവളെ കൊലപ്പെടുത്തിയത്. അപ്പോൾ കത്തി ആതിരയുടെ വീട്ടിലത്തെ അല്ല, അവൻ കൊണ്ടുപോയിട്ടുള്ള കത്തിയാണ്. പിന്നീട് അവളുടെ സ്കൂട്ടർ കാണില്ല എന്ന് പറയുന്നുണ്ട്, മുറ്റത്ത് സ്കൂട്ടർ ഇല്ല എന്നും പറയുന്നുണ്ട്. ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ കറുത്ത അറ്റ് കിടക്കുന്ന ആതിരയെയാണ് കാണുന്നത്. ഏതൊരു ഭർത്താവിനായാലും സഹിക്കുമോ? പിന്നീടാണ് എല്ലാ കാര്യങ്ങളും വെളിച്ചത്താവുന്നത്. പക്ഷേ ഇതേവരെ പ്രതിയെ പിടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് കൂട്ടുകാരെ നിങ്ങളോടൊക്കെ പറയാനുള്ള ഒറ്റൊരു കാര്യമേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യത്തിന് സൗഹൃദ ബന്ധങ്ങൾ വേണം, വേണ്ട എന്നല്ല. പക്ഷെ അത് ആരും മിസ്യൂസ് ചെയ്യരുത്. നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരാണ് നല്ലത് എന്ന് നാം വിചാരിക്കും. പക്ഷേ അതിൻ്റെ ബാക്കിലൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്, നമ്മൾ ആരും മനസ്സിലാക്കില്ല. പ്രത്യേകിച്ച് ലേഡീസ്. ക്യാഷൊക്കെ എന്ന് പറയുമ്പോൾ അവരതിൽ പൊതിഞ്ഞ് വീഴും. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരേ ഒരു കാര്യമാണ്, അവിടെ അവനെ കൊന്നു അല്ലെങ്കിൽ അവളെ കൊന്നു. ഇപ്പോൾ ഷാരോൺ വധക്കേസ്, അത് വേറൊരു മൈൻഡ് ആ പെണ്ണിൻ്റെ. ഇവിടെ ജോൺസിൻ്റെ മൈൻഡ് വേറൊരു സൈസ്. ഇങ്ങനെയൊക്കെ ആയ എന്താ ചെയ്യുക? ലോകം തന്നെ ഒക്കെ തകിടം മറിഞ്ഞു തുടങ്ങിയില്ലേ കൂട്ടുകാരെ? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. സൗഹൃദങ്ങൾ നല്ലതിന് വേണ്ടി മാത്രം വിനിയോഗിക്കുക. പ്രത്യേകിച്ച് കുടുംബിനികൾ. അരുതാത്ത ബന്ധത്തിലേക്ക് ഒരിക്കലും ആരും വഴിവിട്ടു പോകരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഞാനും ഒരു സ്ത്രീയാണ്, എൻ്റെ കാര്യം അടക്കാണ് പറയുന്നത്. പിന്നെ അവസാനം ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല. നമ്മളാണ് നമുക്കുള്ള വഴി നമ്മൾ തന്നെയാണ് വെട്ടുന്നത്. അപ്പോൾ എല്ലാ ലേഡീസും സൂക്ഷിക്കുക. സൗഹൃദങ്ങൾ ആവശ്യത്തിന് മതി, കൂടുതൽ വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോസ് കാണണം. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് ഈ ലച്ചുട്ടി ഫാമിലിയുടെ വിജയം. താങ്ക്